എനിക്ക് ഇന്നത്തെ ലൈഫാണ് എൻ്റെ പ്രാധാന്യം. എനിക്ക് മേളിലാകാശം താഴെ ഭൂമിയേ ഉള്ളൂ. എനിക്ക് സമ്പാദിച്ചൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് കയറി വന്നത്. എനിക്ക് ലൈഫിൽ ഒന്നും നേടണമെന്ന് താല്പര്യമില്ല. കാരണം ഒരു ജേർണലിസ്റ്റ് എവിടം വരെ ആകാൻ പറ്റും, ഞാനതായി കഴിഞ്ഞു. ഇനി ഞാനെന്തോ ആവണ്ടും. മനസ്സിലാക്കേണ്ടത്, വീണ്ടും കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഈ സുഡാപ്പിസം, മതതീവ്രവാദം, ഇത് ഭയങ്കര ഡേഞ്ചറാണ്. മാക്സിമം മാറ്റി നിർത്തുക. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെയുമാർ തൊടാൻ സമ്മതിക്കരുത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരോടും പറയാം, നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെപ്പോലും ഞങ്ങൾ വെറുക്കും. കാരണം ഞങ്ങൾക്ക് എഡ്യൂക്കേഷൻ തന്ന് ഞങ്ങളെ വളർത്തിയെടുത്ത ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഞാൻ പറയും ഹിന്ദു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, അതിനെ നശിപ്പിക്കാൻ ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിൽ ആൾക്കാർ വന്നാൽ ഉറപ്പായിട്ടും എതിർക്കും. തെറ്റുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. അച്ഛന്മാർക്കെതിരെ പറയും, ബിഷപ്പിനെതിരെ പറയും, മാർപ്പാപ്പയ്ക്കെതിരെ ഞാൻ പറയും. അതൊക്കെ അവിടെ ജനാധിപത്യം നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം, ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമാണ്. പക്ഷെ ഒറ്റയടിക്ക് എല്ലാം കൂടെ അടച്ചൊക്കെ പൂട്ടിയിട്ട് നിൻ്റെ അജണ്ട നടപ്പാക്കാൻ നീ ശ്രമിക്കുമ്പോൾ ഉറപ്പായിട്ട് ഇതിനെ എതിർക്കും. ഇവിടെ നല്ല നീ ലോകത്തെവിടെ പോയാലും എതിർക്കും. ഇനിയും ജാസ്മിൻ ഷാ ഖത്തറിൽ പോയി എനിക്കെതിരെ കേസ് കൊടുത്തു, ഞാനവിടെ വരാം. ഞാൻ വെറുതെ പറയുന്നത്, ഞാൻ വരാം. കാരണം നീ ഞെട്ടരുത്, ഞാൻ വരാം. ഞാൻ ഇൻ്റർനാഷണൽ പ്രൊട്ടക്ഷനോട് കൂടി എടുത്തിട്ടവിടെ വരും. നീ പറയാൻ നിൻ്റെ രാജാവിൻ്റെ ദോഹ വന്ന് കേസ് നടത്തും. എടാ, അതിന് ധൈര്യമുള്ള ഒരുത്തനാണ് ഞാൻ. നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. അല്ലെങ്കിൽ ഇത്രയും പറയുന്ന പാൻ ഇന്ത്യയിൽ ഇൻക്ലൂഡിങ് ബാൽ താക്കറെക്കെതിരെ, എടപ്പാടി പളനിസ്വാമിക്ക്, മമതയ്ക്കെതിരെ, ഡൽഹി ഭരിച്ച BJPക്കെതിരെ, പിന്നീടുള്ള കോൺഗ്രസിനെതിരെ, റോബർട്ട് വഡേരയ്ക്കെതിരെ, ഇതൊക്കെ ഞാനാ പുറത്തു കൊണ്ടുവന്നേ. എനിക്കെന്ത് പുല്ലാടാ നിന്നെ പേടി? നീ കുറച്ച് ഉണക്ക നേഴ്സുമാർ, നീ എന്നെ എന്ത് വരട്ടുമെന്നാണ് പറയുന്നേ?